നമസ്കാരം. ഡാനിയൽ പെരേരയാണ്. നമ്മളിവിടെ വീണ്ടും കുറച്ച് ഐറിഷ് വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വന്നിട്ടുണ്ട്. എനിവേ, ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിനൊരു ചെറിയൊരു ഇൻട്രൊഡക്ഷനായിട്ട് പറയാം. നമുക്ക് ഈ യൂറോപ്പ് എന്നും യൂറോപ്യൻസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു ഒരു ഒരു റെസ്പെക്റ്റും അവരോടൊരു ഒരു അഡ്മിറേഷനും ഉണ്ട്. കാരണം അവരുടെ രാജ്യത്ത് അവർ കാര്യങ്ങളൊക്കെ വളരെ എത്ര എഫിഷ്യൻ്റായിട്ടാണ് മാനേജ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചിട്ട്. അപ്പോൾ അങ്ങനെ ആലോചിക്കുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള കാര്യമാണ്, എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ അവരെക്കാളും ബെറ്ററായിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. എന്തെങ്കിലും ഒരു ചെറിയ കാര്യമായിക്കോട്ടെ, എന്തെങ്കിലും നമ്മൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. അങ്ങനെ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ട് പണ്ട് ആലോചിക്കുമായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ ഇവിടെ വന്നതിന് ശേഷം പല കാര്യങ്ങൾ ഞാൻ നോട്ടീസ് ചെയ്തപ്പോൾ അതിൽ 2-3 കാര്യങ്ങൾ എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മുടെ നാട് കുറച്ചുകൂടെ ബെറ്ററാണ് ആ കാര്യങ്ങളിൽ എന്നുള്ളത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ആ 3 കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ളൊരു എൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് ഈ വീഡിയോയിൽ ഞാൻ കൊടുക്കാൻ പോകുന്നത്, എന്തൊക്കെയാണ് ആ കാര്യങ്ങളെന്നുള്ളത്. എനിവേ, നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവസാനം വരെ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതി അറിയിക്കാവുന്നതാണ്. നിങ്ങൾക്ക് അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാൻ ഒരു കാര്യം, ഞാൻ ഇതിൽ പറയുന്നത് കൂടാതെ വേറെ ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം, ഓക്കെ, ഈ നമ്മൾ ഇതിനേക്കാളും യൂറോപ്പിനേക്കാളും ഒക്കെ ബെറ്ററായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കമൻറ്റിൽ എഴുതി അറിയിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് ചെയ്യാൻ എന്തെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇതിനെതിരായിട്ട് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം മാന്യമായിട്ട്. കുറച്ച് നാളായിട്ട് നല്ല ഇച്ചിരി ചീത്തവിളിയല്ല, ഇച്ചിരി റോങ് ആയിട്ടുള്ള കമൻറ്റുകളൊക്കെ വരുന്നുണ്ട്. കുഴപ്പമില്ല, കമൻറ്റ് ചെയ്തുള്ളത് നിങ്ങൾക്ക്, പക്ഷേ മാന്യമായിട്ട് കമൻറ്റ് ചെയ്താൽ കുഴപ്പമില്ല. ഡിസഗ്രിമെൻറ്റ്സ് എല്ലാം ഓൾവേസ് വെൽക്കം. എനിവേ, നമുക്ക് കാര്യങ്ങളോട്ട് കിടക്കാം. എന്താണ് 3 കാര്യങ്ങളിൽ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ ഒരു ടീനേജറെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പേടിയാവുമോ? ഞാനൊരു 10-30 വയസ്സ് കഴിഞ്ഞ ഒരാളാണ്. അപ്പോൾ എനിക്ക് ഒരു ടീനേജറെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് പേടിയാവുമോ നമ്മുടെ നാട്ടിൽ? ഒരിക്കലുമില്ല. എനിക്കൊരു ടീനേജറെ കാണുമ്പോൾ ഒരു പേടിയില്ല. ഞാൻ അവിടെ കൂളായിട്ട് പോകും, ചിലപ്പോൾ കണ്ട് സംസാരിക്കും, ചിരിക്കും, പോകും. പക്ഷേ അയർലൻഡിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ടീനേജേഴ്സ് എവിടെയെങ്കിലും നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു സ്ട്രീറ്റിൽ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് നല്ല പേടിയായിരിക്കും. കാരണം ഭയങ്കര വയലൻറ്റ് ബിഹേവിയർ ഉണ്ട്, ഭയങ്കര ബാഡ് ബിഹേവിയർ ഉണ്ട് ഇവിടുത്തെ ടീനേജേഴ്സിൻ്റെ ഇടയിൽ. ഇവർക്ക് ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് ചോദിച്ചാൽ, ഇവർക്ക് ഭയങ്കരമായ ഫ്രീഡം ഉണ്ട്. എവിടെ വേണമെങ്കിലും പോകാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പഠിക്കണേ പഠിക്കാം, പഠിച്ചില്ലേ പഠിക്കണ്ട, ഒരു പ്രശ്നമില്ല. ലൈഫിൽ ഒരു പ്രഷറുമില്ല, ഒന്നുമില്ല. വളരെ ഫ്രീ ആയിട്ട് നടക്കുന്നത് ആൾക്കാരാണ്. ഇവരെ രാവിലെ തൊട്ട് ഇങ്ങനെ കറങ്ങി അടിച്ച് കൂട്ടുകാരുമായിട്ടൊക്കെ എൻജോയ് ചെയ്ത് നടക്കുന്നൊരു സ്വഭാവമുള്ള ആൾക്കാരാണ്. പാരൻസും ഒന്നും ഇവരെ കൂടുതലായിട്ട് കൺട്രോൾ ചെയ്യാറില്ല. ടീനേജേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കൂടുതലും ഒരു 10 വയസ്സ് കഴിഞ്ഞാൽ 10 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവരെയും അതിൽ കൂട്ടാം നമുക്ക്. 12 വയസ്സായി കഴിഞ്ഞാൽ ഇവരൊക്കെ ഏകദേശം നമ്മളെക്കാളുമൊക്കെ പൊക്കം വയ്ക്കും. ഭയങ്കര തടിമാടന്മാരാണ്. നമ്മുടെ നാട്ടിലെക്കാളും ഭയങ്കര പൊക്കമുള്ള ടീമാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ടീനേജേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ 10-30 ആളെ കണ്ടാൽ മതി. കാരണം ഞാൻ ഈ ഒരു ഷോപ്പിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ വരുന്ന കുഞ്ഞു പിള്ളേർ, ഞാനൊരു 3-4 വർഷം ആ സ്ഥലത്ത് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുഞ്ഞു പിള്ളേർ വരും, ഒരു 8-9 വയസ്സുള്ളത്, ഒരു 10-12 വയസ്സ് വരെയൊക്കെ ഇവരെ കണ്ടു കഴിഞ്ഞിട്ട് ഒരു 13-ാമത്തെ വയസ്സിൽ കാണുമ്പോഴത്തേക്ക് ഉമ്മാരെ ഏറി അങ്ങ് വളർന്ന് നമ്മളെക്കാളും വലുതായി, ഒന്നും നമുക്ക് പേടിയാവുന്ന രീതിയിൽ ഞാനൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. ആ രീതിയിൽ വളരും. അപ്പോൾ അത്രയും വളർച്ചയും നല്ല ഇതുള്ള ആൾക്കാരാണ്. ഇവരുടെ ഫണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ പുറത്തിറങ്ങിയിട്ട് ആളുകളെയൊക്കെ ചീത്ത വിളിക്കുക, ഉപദ്രവിക്കുക, അടിക്കുക, ആൻറ്റി സോഷ്യൽ ബിഹേവിയേഴ്സ്, അതായത് ട്രെയിനുകളിലും മറ്റുള്ള എല്ലാം കയറി ബഹളം വയ്ക്കുക, ഈ മോഷണം, കടകളിൽ കയറിയിട്ടുള്ള മോഷണം ഭയങ്കരമാണ്. അവർക്കറിയാം അവർക്ക് എന്ത് ചെയ്താലും അവർക്കൊന്നും സംഭവിക്കാൻ പോണില്ല എന്നുള്ളൊരു കാര്യം അവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഇവർ കടകളിലൊക്കെ കയറും, മോഷ്ടിക്കും. അവിടെയുള്ള കടകളിലുള്ള സ്റ്റാഫുമായിട്ടൊക്കെ എൻ്റെ അടുത്തൊക്കെ നന്നായിട്ടൊക്കെ ഉടക്കിയിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് എനിക്ക് ചില സമയത്ത് നമ്മുടെ നാട്ടിൽ ഇതൊക്കെ അങ്ങ് കയറി വരും, പിടിച്ച് രണ്ടും കൊടുത്താലോ എന്നുള്ളത്. പക്ഷേ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ടീനേജേഴ്സാണ്, കൈ തൊട്ട് കഴിഞ്ഞാൽ നമ്മളകത്തും. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ സമയവും നമ്മൾ മിണ്ടാതിരുന്ന് ഇവർ പറയുന്നത് കേട്ട് മിണ്ടാതിരിക്കുക ചെയ്യാറുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഇവിടെ പോലീസില്ലേ അതില്ലേ എന്നൊക്കെ നമുക്ക് ചോദിക്കാം. പോലീസുകാരുണ്ട്. പോലീസുകാർക്ക് ബൈലോ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ടീനേജേഴ്സാണ്, അവരെ വന്ന് വാണിംഗ് ചെയ്ത് വിടും. അവർ പോലീസിനെ കാണുമ്പോൾ ചിലർ ഓടും, ചിലർ നിന്ന് പോലീസുമായിട്ടൊക്കെ തർക്കിച്ചുകൊണ്ട് നിൽക്കും. എന്നിട്ട് പോലീസുകാർ അവരെ വന്ന് വാൺ ചെയ്യും. ഇനി ആവർത്തിക്കരുത് കേട്ടോ, പൊക്കോ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് അവരാ വഴിക്ക് വിടും. പോലീസ് പോയി കഴിയുമ്പോൾ വീണ്ടും സ്ഥിരം ഇത് തന്നെ പരിപാടി. ഇങ്ങനൊരു റൗഡി ഗ്യാങ്സാണ് ഇവർ, ഭയങ്കരമായിട്ട് അഗ്രസീവായിട്ടുള്ള ആളുകൾ. അതിനോടൊപ്പം തന്നെ ഈ ടീനേജേഴ്സ് എല്ലാവരും നമ്മുടെ നാട്ടിലെ പോലെ, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വന്നു വരുന്ന വാർത്തകളുണ്ട്, MDMA പോലുള്ള സാധനങ്ങളിലൊക്കെ
ആയിട്ടൊക്കെ ട്രക്ക് ട്രേഡിങ്ങിൻ്റെ പരിപാടികളൊക്കെ ചെയ്ത് ഇങ്ങനെ അവരുടെ ക്യാഷ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പാരൻസ് ഇവരുടെ കാര്യങ്ങളിൽ, ഇങ്ങനെയുള്ള ടീനേജേഴ്സിൻ്റെ കാര്യങ്ങളിൽ വലുതായിട്ട് ശ്രദ്ധിക്കുന്നതായിട്ട് നമുക്ക് തോന്നാറില്ല. കാരണം ഇത് ലോക്കലി അവിടെ താമസിച്ച് ഞാൻ കണ്ടൊരു അനുഭവമാണ് ഇത്. ഞാൻ എപ്പോഴും പറയുമ്പോൾ ചിലർ വിചാരിക്കും ഞാനിത് അയർലൻഡിലെ മൊത്തത്തിൽ കുറിച്ച് പറയുന്നതാണ്, അയർലൻഡിലുള്ള എല്ലാ സ്ഥലങ്ങളെയും കുറിച്ച് ഞാനിങ്ങനെ പറയുന്നു എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇതിങ്ങനെയുള്ള ചില ഏരിയാസ് ഉണ്ട്, ആ ഏരിയയിൽ നിന്ന് വരുന്ന കുട്ടികളാണ് ഇങ്ങനെ. ആ ഏരിയയിൽ നിന്ന് ഇവർ പുറത്തിറങ്ങി പ്രശ്നം ഉണ്ടാക്കി. ഇപ്പോൾ ഡബ്ലിൻ സിറ്റി സെൻറ്റർ, ഡബ്ലിൻ്റെ നോർത്ത് സൈഡ്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇത് ഭയങ്കര പ്രിവലൻ്റ് ആണ്, ഭയങ്കര കൂടുതലാണ്. ഇതിപ്പോൾ ഒരുവിധം ഏകദേശം എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് വ്യാപിക്കുന്നതായിട്ട് കാണാം. ഈ കുട്ടികളുടെ ഈ ഗ്യാങ്സ് ഇങ്ങനെ കറങ്ങി നടന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. റീറ്റെയിലിൽ വർക്ക് ചെയ്തിട്ടുള്ള, അയർലൻഡിൽ പാർട്ട് ടൈം ജോലിക്കെങ്കിലും റീറ്റെയിലിൽ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ അനുഭവം എന്താണെന്നുള്ളത് നിങ്ങളത് എഗ്രി ചെയ്യുക. അത് അയർലൻഡിൽ മാത്രമല്ല, UK ആയാലും ഓസ്ട്രേലിയ ആയാലും ലോകത്ത് എവിടെ പോയാലും, യൂറോപ്പ്, ഈ വെസ്റ്റേണേഴ്സിൻ്റെ ഒരു കൺട്രിയിൽ ഭയങ്കരമായ ഫ്രീഡം കൊടുക്കുന്ന രാജ്യങ്ങളിൽ എവിടെ പോയാലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാവും. അത് നിങ്ങളൊന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ ഒന്ന് എഴുതി അറിയിച്ചേക്കും. ഓക്കെ, സോ ഇങ്ങനെയുള്ള, അപ്പോൾ പോലീസുകാർക്ക് ഒന്നും ചെയ്യാനില്ല, ഗാർഡ്സിനും ഈ കോർട്ടിനും ഒന്നും ചെയ്യാനില്ല. കോർട്ട് പോയാലും ഇവരെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ ശിക്ഷ കൊടുത്തോ വല്ല വാണിംഗ് കൊടുത്തോ വിടാറേ ഉള്ളൂ. പോലീസുകാരോട് സംസാരിച്ച്, പോലീസുകാരെ നിങ്ങളെന്താ ഒന്നും ചെയ്തത് എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞു നമ്മളും ചെയ്തിട്ടൊരു കാര്യമില്ല. ഇവരെ കൊണ്ടുപോകുന്ന പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലിയ പ്രൊസീജിയറാണ്. ആ പ്രൊസീജിയറെല്ലാം കഴിഞ്ഞ് ഇവരെ കൊണ്ടുപോയി കോർട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ജസ്റ്റ് പുല്ല് പോലെ അവർ ഇറങ്ങി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ പോലീസുകാർക്കും ഇതൊരു എക്സ്ട്രാ ബാഗേജാണ്, അല്ലെങ്കിൽ ഒരു ചെറിയൊരു തലവേദനയാണ്. ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരവസ്ഥയാണ് ഇപ്പോൾ ഇവിടുത്തെ ഈ ടീനേജേഴ്സിൻ്റെ. സോ നമ്മുടെ നാട്ടിലെ ടീനേജേഴ്സ് കുറച്ചുകൂടെ ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അവരുടെ മേൽ നമ്മുടെ പാരൻസിന് കുറച്ചുകൂടെ കൺട്രോൾ ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ വരുന്ന ന്യൂസുകളൊന്നും നമ്മൾ കാര്യമാക്കേണ്ട. പക്ഷേ അതൊക്കെ എന്താ പറയുക, ഒരു പാർട്ടായിട്ട് നമ്മളൊരു പാർട്ട് ഓഫ് ലൈഫ്, അതൊക്കെ നമുക്ക് പണ്ടും ഉണ്ടായിട്ടുണ്ട്. ഇതൊന്നും നമ്മുടെ നാട്ടിലെ പിള്ളേരായിട്ട് ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ നാട്ടിലെ പിള്ളേർ കുറച്ചുകൂടെ റെസ്പെക്റ്റ്ഫുള്ളാണ്, നമുക്ക് ഇൻറ്റിമിഡേറ്റിംഗ് ആയിട്ട് തോന്നുന്നു. പക്ഷേ ഇവിടുത്തെ പിള്ളേർ നമുക്ക് ചെറിയൊരു നൈറ്റ്മെയർ തരും. കാരണം അവർക്ക് ജീവിതത്തിൽ ഏതൊരു ആക്ഷനും ഒരു റിയാക്ഷൻ ഉണ്ടെന്നുള്ളൊരു പാഠമൊന്നും ഇവിടെ കിട്ടാറില്ല. മാതാപിതാക്കളെ പേടിയില്ല, സൊസൈറ്റിയെ പേടിയില്ല, ഒന്നിനെയും പേടിയില്ല അവർ. പക്ഷേ ഇതൊക്കെ കൊണ്ട് നല്ല രീതിയിൽ വളരുന്ന ആൾക്കാരുണ്ട്. അതിനെ നല്ല രീതിയിൽ ഉപയോഗിച്ച്, ആ ഫ്രീഡത്തിനൊക്കെ നല്ല രീതിയിൽ ഉപയോഗിച്ച് ജീവിതത്തിൽ സക്സസ്ഫുൾ ആകുന്ന നല്ല പിള്ളേരുണ്ട്, നല്ല മെൻറ്റാലിറ്റിയിൽ വരുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഇതിനെ മിസ്യൂസ് ചെയ്യുന്ന പിള്ളേരും ഉണ്ട്. ഈ നല്ലപോലെ ജീവിക്കുന്ന പിള്ളേരെ നമ്മളധികം പുറത്ത് കാണില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മൾ പുറത്ത് കാണുന്നത് ഇതുപോലെ മിസ്യൂസ് ചെയ്യുന്നവരാണ്. ഇവർ വന്ന് നമ്മുടെ ജീവിതം ഭയങ്കര പ്രശ്നമാക്കി മാറ്റും. അതിപ്പോൾ അയർലൻഡിലുള്ള ആളുകളോട് ചോദിച്ചാലും അവർ പറയും ഇങ്ങനെ തന്നെയാണ് പ്രശ്നം, നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഗാർഡ് എന്തെങ്കിലും ഇവർക്കെതിരെ ആക്ഷൻ എടുത്താലോ, ഒരിടയ്ക്ക് ഒരു ബസ്സിൻ്റെ ഫ്രണ്ടിൽ കയറി ഒരു പയ്യൻ ബസ്സിലെ ആളുകളെയൊക്കെ ചീത്ത വിളിക്കുന്നുണ്ട്, അത് കണ്ടക്ടേഴ്സിനെയൊക്കെ ചീത്ത വിളിച്ചു. നമ്മൾ പലപ്പോഴും നമുക്കും ചീത്തവിളി കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമ്മളൊന്നും ഈ പിള്ളേരെ ചെയ്യാതെ നമ്മൾ മാറി നിൽക്കും. കാരണം കേട്ടിട്ട് മിണ്ടാതിരിക്കുക എന്നുള്ള പരിപാടിയാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ അന്ന് ആ കണ്ടക്ടറിന് അയാളുടെ കൺട്രോൾ പോയിട്ട് ആ കുട്ടി എന്തോ തല്ലുകയും ചെയ്തോ, ആരോ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടതിന് ശേഷം അയാൾക്കെതിരെ നാഷണൽ ഔട്ട്റേജ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിരുന്നു. അവനെ എടുത്ത് കളയണം, അവനേതോ പുറം രാജ്യത്തു നിന്നുള്ളതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ എനിവേ, എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഒരു കുട്ടിയെ തല്ലാൻ പാടില്ല ഇല്ല എന്നുള്ളത്. പക്ഷേ ഈ കുട്ടികളും ഇങ്ങനെ ആക്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളതും ഒരു കാര്യമുണ്ട്. അതിനെക്കുറിച്ച് ആരും സംസാരിക്കുന്നില്ല. എന്തുകൊണ്ട് ഇയാൾ ഇങ്ങനെ എന്തുകൊണ്ട് ബിഹേവ് ചെയ്തു എന്നുള്ളതിനും കൂടെ ഒരു കാരണമുണ്ട്. ഞാനതിന് ഒരിക്കലും ന്യായീകരിക്കുന്നില്ല, ചെയ്യാൻ പാടില്ല. ബട്ട് സ്റ്റിൽ ആ ഡ്രൈവർ അങ്ങനെ ചെയ്തതിന് ഒരു റീസൺ, ഈ പിള്ളേരുടെ സ്ഥിരമായിട്ടുള്ള ശല്യങ്ങൾ കാരണമാകണം അയാളും ചെയ്തത്. കാരണം ഒരു ബസ്സിൽ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവും. അതിനോടൊപ്പം തന്നെ ഇവിടുത്തെ ഗാർഡ്സിൻ്റെ കാറൊക്കെ തൂക്കിയെടുത്തുകൊണ്ട് പോയിട്ട് അതുകൊണ്ടൊക്കെ ഗാർഡ്സിൻ്റെ കാറിൽ തന്നെ ഇടിച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പണ്ട് ഭയങ്കരമായിട്ട് ന്യൂസൊക്കെ ആയൊരു സംഭവമായിരുന്നു ഇവിടെ അയർലൻഡിൽ. പക്ഷേ എന്നിട്ട് എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ കാര്യം കോമഡിയാണ്. ഇവിടുത്തെ പോലീസുകാർക്ക് പിന്നെ ട്രോമയുടെയൊക്കെ ഇത് കൊടുക്കേണ്ടി വന്നു, കൗൺസിലിംഗ് ഒക്കെ കൊടുക്കേണ്ടി വന്നു. പോലീസുകാർ പാവങ്ങൾ, അവരെന്ത് പറയാനാണ്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ടീനേജേഴ്സ് നമ്മുടെ നാട്ടിൽ മുത്താണ്, കുറച്ചുകൂടെ ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ കേരളത്തിലെ കാര്യമാണ് പറഞ്ഞത്, പുറത്തുള്ളത് എനിക്കറിയത്തില്ല ബാക്കി സ്റ്റേറ്റുകളിൽ. ബട്ട് കേരളത്തിൽ കുറച്ചുകൂടെ ബെറ്ററാണ് നമ്മുടെ ടീനേജേഴ്സ്, കുറച്ചുകൂടെ വെൽ ബിഹേവ്ഡ് ആണ്, പാരൻസിൻ്റെ കൺട്രോളിലാണ് പിള്ളേരെന്ന് പറയുന്നത്. അതൊന്നേ. പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞാൽ ഈ പിള്ളേരുമായിട്ട് റിലേറ്റ് ചെയ്ത് തന്നെ നമുക്ക് പറയാൻ പറ്റും ഗാർഡ്സ് എന്ന് പറഞ്ഞാൽ പോലീസാണ്. നമ്മുടെ നാട്ടിലെ പോലീസിന് ഇവിടെ ഗാർഡാണെന്നാണ് പറയുന്നത്. സോ ഗാർഡ്സിൻ്റെ കാര്യങ്ങൾ എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ സൗമ്യന്മാരാണ്, വളരെ വെൽ ബിഹേവ്ഡ് ആണ്, വളരെ നമുക്ക് അപ്രോച്ചബിൾ ആണ്, ഫ്രണ്ട്ലി ആണ്.
എല്ലാമാണ്. അവരെ കാണുമ്പോൾ നമുക്ക് പിടിച്ച് തക്കിടുക എന്ന് പറഞ്ഞാൽ തോന്നിക്കാൻ തോന്നും. അത്രയ്ക്ക് നല്ല ആൾക്കാരാണ് ഗാർഡ്സിലുള്ളത്. നല്ല ആൾക്കാരാണ്. പക്ഷേ ഒരു പല്ലില്ലാത്ത സിംഹമാണ് ഇവിടുത്തെ ഗാർഡ് എന്ന് പറയുന്നത്. ഇവർക്ക് പല കാര്യങ്ങളിലും ബൈ ലോ ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പല റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പല ക്രിമിനൽസിനെ പിടിക്കുന്നതിലും റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പല കാര്യങ്ങൾ ചെയ്യുന്നതിലും റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇവിടെ പേഴ്സണൽ ലിബർട്ടി, പ്രൈവസി ഇങ്ങനെയുള്ള പ്രൈവസി എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ് ഇവിടെ. സോ ഗാർഡ്സിന് ഇതിലൊന്നും പല കാര്യങ്ങളിലും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ പറഞ്ഞ കുട്ടികളുടെ കാര്യം പറഞ്ഞില്ലേ, അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഗാർഡ്സിന്. അവർക്ക് വന്ന് ഓരോ വാൺ ചെയ്യാമെന്നല്ലാതെ. പിന്നെ ഈ കാറിൻ്റെ ഇൻസിഡൻറ്റ്, ആ പിള്ളേരെ എന്ത് ചെയ്തു എന്ന് നമുക്കറിയാൻ പറ്റില്ല. ആ ഏരിയയിലൊക്കെ ഇവർക്ക് കയറി കളിക്കാനും പറ്റില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളാണ്. ഞാൻ നോക്കുമ്പോഴത്തേക്കും ആ ചുറ്റിനും നിന്ന് ഈ വണ്ടി കൊണ്ട് കാറിൽ ഇടിക്കുന്നത്, ആ ഇടിച്ചു പിടിച്ചിടിച്ച് ഈ ഗാർഡ് രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ടും വിടുന്നില്ല. ഗാർഡ്സിൻ്റെ കാറിൽ അതേ കാർ കൊണ്ട് മോഷണ കാറായിരുന്നു, സോറി, അത് ഗാർഡ്സിൻ്റെ കാറല്ല ഇവർ ഓടിച്ചത്. ഇവർ ഓടിച്ചിരുന്നത് ഒരു മോഷ്ടിച്ചൊരു കാറായിരുന്നു. ആ ഏരിയയിൽ അന്വേഷിക്കാൻ വന്ന പോലീസുകാരുടെ കാറിൽ ഈ മോഷ്ടിച്ച കാർ കൊണ്ട് ഇവന്മാർ ഇടിച്ച് കളിക്കുമായിരുന്നു. പക്ഷെ ഹൊറിഫൈങ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതിന് ചുറ്റും പിള്ളേർ, ആ വീട്ടിലുള്ള ആ സ്ഥലത്തുള്ള പിള്ളേരൊക്കെ നിന്ന് കൈയടിക്കുമായിരുന്നു. അതൊക്കെ എന്തോ ഒരു സിനിമയിൽ നിന്ന് സ്ട്രെയിറ്റ് ഔട്ട് ഓഫ് എ മൂവി എന്നുള്ളൊരു ഫീൽ നമുക്ക് തരുന്ന തരത്തിലുള്ള ഒരു കാര്യമായിരുന്നു അത്. അത് ഭയങ്കര, നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ അത് ചിന്തിക്കാനേ പറ്റില്ല. നമ്മുടെ നാട്ടിലെ പോലീസുകാരെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ടഫാണ്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഗാർഡ്സിൻ്റെ ഒക്കെ ഒരു എഫിഷ്യൻസി പറയാനായിട്ട് നമുക്കൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഒരു എൻ്റെ കാര്യം തന്നെയാണത്. ഒരു 1000 യൂറോ ഞാൻ പറ്റിക്കപ്പെട്ടു. ഒരാൾ റെൻറ്റിന് ഒരു വീട്ടിൽ പോയി ഞാൻ റെൻറ്റിന് വേണ്ടിയിട്ട് അന്വേഷിച്ച് ചെന്നപ്പോൾ അവിടെ ഒരുത്തൻ അവനാണ് ഇവിടുത്തെ ആ വീടിൻ്റെ ഓണർ എന്നുള്ള നിലയിൽ എന്നെ പരിചയപ്പെടുകയും, ഞാൻ ആദ്യമായിട്ട് വരുന്ന സമയമായിരുന്നു. എനിക്കിപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയില്ല. എനിക്ക് വീടൊന്നും കിട്ടാതെ ഞാൻ കഷ്ടപ്പെടുന്ന സമയത്ത്, നാട്ടിൽ നിന്ന് വന്നിട്ടേ ഉള്ളൂ ആ സമയത്ത്, ഞാനിവിടെ അയർലൻഡിൽ താമസിക്കുന്ന ആ വീട്ടിൽ താമസിക്കുന്ന ആളാണ്. അയാളാണ് ഇവിടുത്തെ വീടിൻ്റെ ഓണർ എന്നുള്ള നിലയിൽ എന്നെ പരിചയപ്പെടുകയും എൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് മേടിക്കുകയും, ഞാൻ അഡ്വാൻസ് നേരത്തെ കൊടുത്തു. അതങ്ങനെയാണ് ഇവിടുത്തെ ഒരു രീതി, പ്രൊസീജിയർ. അഡ്വാൻസ് കൊടുത്തിട്ട് വീട്ടിലോട്ട് നാളെ കയറണമെന്നുണ്ടെങ്കിൽ ഇന്ന് ഞാൻ അതിൻ്റെ റെൻറ്റും കൂടെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ആ വീട്ടിൽ ചെല്ലുമ്പോൾ അവനുമില്ല, വീട്ടിൽ വേറെ ആരൊക്കെയോ താമസിക്കുന്നു. അപ്പോൾ അങ്ങനെ, പക്ഷേ ഇത്രയും കാര്യങ്ങളാണ് അപ്പോൾ നടന്നത്. അപ്പോൾ ഈ കാര്യം വെച്ചിട്ട് ഞാനൊരു കംപ്ലയിൻ്റ് എഴുതി പോലീസിന് കൊടുത്തു. എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടായി, എന്നെ പറ്റിച്ചു. അവൻ്റെ ഫോട്ടോ, അവൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈൽ, അവൻ്റെ ഫോൺ നമ്പർ, അവൻ്റെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, ഇതെല്ലാം വെച്ച് ഞാനൊരു കംപ്ലയിൻ്റ് എഴുതി പോലീസിന് കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ അന്വേഷിച്ചിട്ടും പിന്നെ കുറച്ച് നാൾ ഇതൊന്നുമില്ല. കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് വീട്ടിൽ എൻ്റെ അഡ്രസ്സിലൊരു ലെറ്റർ വരികയാണ്: തെളിവുകളുടെ അഭാവത്തിൽ ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഇവരോട്. ഞാൻ ഇനിയിപ്പോൾ എന്ത് പറയാൻ തെളിവ്, ഞാൻ ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് കൊടുക്കേണ്ടത്? ആളുടെ ഫേസ്ബുക്ക് പ്രൊഫൈൽ, ആളുമായിട്ട് ഞാൻ നടത്തിയ കോൺവെർസേഷൻസ്, ആളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, ഫോൺ നമ്പർ, ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ്, ഞാൻ ക്യാഷ് അയച്ച ട്രാൻസാക്ഷൻ, ഇതെല്ലാം ഞാൻ കൊടുത്തു. ഇനി ഞാൻ എന്ത് ചെയ്യണം? ആളെ പിടിച്ച് നേരിട്ട് കൊണ്ട് കൊടുക്കണോ? എന്നാലേ ഇവർ അയാളെ അറസ്റ്റ് ചെയ്യത്തുള്ളൂ. ഒന്നും ചെയ്തില്ല. തെളിവുകളുടെ അഭാവത്തിൽ കേസ് വിട്ടുകളഞ്ഞു. അന്ന് വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളതുകൊണ്ട് എനിക്ക് എന്ത് പറയണമെന്ന് ഇവരുടെ നാട്ടിലെ രീതികൾ എന്താണെന്ന് എനിക്കറിയത്തില്ല. ഇതാണ് ഇവരുടെ ആ ഒരു എഫിഷ്യൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വെച്ച് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ പോലീസുകാരെടുക്കുന്ന റിസ്ക്കുകൾ, ഇപ്പോൾ ഉദാഹരണം തന്നെ നമ്മുടെ ഈ പല സിനിമകളും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഈ കഥകളെക്കുറിച്ച്. അന്യ നാടുകളിൽ പോയിട്ട് പ്രതികളെയും എല്ലാം പിടിച്ചുകൊണ്ട് വരുന്ന ആ ഒരു ഓപ്പറേഷൻ്റെ, കേരള പോലീസിൻ്റെയൊക്കെ ഒരു കഷ്ടപ്പാടും അത് ചെയ്യുന്ന ഒരു ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ പോലീസുകാർക്ക് പോലീസുകാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പല കാര്യങ്ങളിലും ഇവർക്ക് റെസ്ട്രിക്ഷൻസ് ഉള്ളതുകൊണ്ട് ഇവർക്ക് ചെയ്യാനുള്ള ഇത് കൊടുക്കുന്നില്ല. അവർക്കൊരു ഫ്രീഡം കൊടുക്കില്ല. അവരെ പിടിച്ച് നിർത്തിയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് നിന്നിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്നതേ അവർക്ക് ചെയ്യുള്ളൂ. അതിനപ്പുറം നമുക്ക് വേണ്ടി ഒരു എക്സ്ട്രാ സ്റ്റെപ്പ് എടുത്തു വെക്കാനായിട്ട്, നമുക്കൊരു ബാധിക്കപ്പെട്ട ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് വേണ്ടി ഒരു എക്സ്ട്രാ സ്റ്റെപ്പ് എടുക്കാനായിട്ട് ഇവിടുത്തെ നിയമം അവരനുവദിക്കത്തില്ല. സോ അങ്ങനെ ഭയങ്കരമായിട്ട് ഒരു പ്രശ്നമുണ്ട് പോലീസിങ്ങിൻ്റെ. ചില സമയങ്ങളിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഈ ജങ്കീസ്, ഈ ഡ്രഗ് അഡിക്ട്സിൻ്റെയൊക്കെ അറ്റാക്ക് ഉണ്ടാകും. അവരെ കൊണ്ടുള്ള മോഷണം, ഈ ടീനേജേഴ്സ് വന്നിട്ട് അവിടെ പ്രശ്നങ്ങളുണ്ടാക്കും. നമ്മൾ ഗാർഡ്സിനെ വിളിച്ചാൽ ചില ഏരിയകളിൽ ഗാർഡ്സിൻ്റെ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമാണ്. ഒരു സ്ഥലത്ത് എനിക്കുണ്ടായ എൻ്റെ ഒരു വെള്ളക്കാരൻ എന്നെ ഇടിച്ചു. അവൻ വന്ന് നമ്മുടെ കടയിൽ നിന്ന് ഒരു സാധനം, അവൻ ഇച്ചിരി നല്ല തണ്ണും തടിയുള്ള ഒരുത്തനാണ്, എൻ്റെ ഡബിളുണ്ട്. അവൻ അവിടെ കടയിൽ വന്നൊരു സാധനം എടുത്തിട്ട്
രണ്ട് രണ്ട് ബോട്ടിൽ ഡ്രിങ്ക്സ് എടുത്തായിരുന്നു. അതിൽ ഒരെണ്ണത്തിന് പേ ചെയ്തു, മറ്റതിന് പേ ചെയ്യാൻ എൻ്റെ കാശില്ലായിരുന്നു. അവൻ പറഞ്ഞു ഞാൻ കാശ് പിന്നെ പേ ചെയ്തോളാം പറഞ്ഞിട്ട് ഈ സാധനം എടുത്തിട്ട് പോകുമ്പോൾ നമ്മുടെ എടുത്തിട്ട് പോകുമ്പോൾ ഞാൻ അവിടെ സൂപ്പർവൈസറായിരുന്നു. അപ്പോൾ എടുത്തിട്ട് പോകാൻ പോയപ്പോൾ നമ്മുടെ സ്റ്റാഫ് അവനെ തടഞ്ഞപ്പോഴത്തേക്കും സ്റ്റാഫിനെ ഇവൻ കൊല്ലുമെന്ന് പറഞ്ഞ് ത്രട്ടൺ ചെയ്തു. ഐറിഷുകാരനാണ് സ്റ്റാഫും, ഈ ചെയ്ത ആളും ഐറിഷാണ്. ആ സമയത്ത് വേണമെങ്കിൽ എനിക്ക് മിണ്ടാതിരിക്കാം, പക്ഷേ എൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് ഞാനത് കയറി തടഞ്ഞു. ഞങ്ങൾ നമ്മൾ വാക്കേറ്റം ഉണ്ടായി. അവസാനം ഞാൻ അവൻ്റെ അത് പിടിച്ച് മേടിച്ചു. തിരിച്ചത് മേടിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന അവൻ്റെ കൈ കൊണ്ട് തന്നെ അടിച്ചപ്പോൾ അവൻ്റെ കയ്യിലൊരു കീ ഉണ്ടായിരുന്നു. ആ കീ എന്തോ കൊണ്ട് ഇവിടെ എല്ലാം മുറിഞ്ഞു പോയി. നമ്മൾ പോലീസിനെ വിളിച്ചു, സാറേ വരണം, ഇങ്ങനെ പ്രശ്നം ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് പോലീസുകാരൊന്നും അവിടെ വന്നതേയില്ല. പിന്നെ വരുന്നത് പിറ്റേ ദിവസമാണ്. വന്നിട്ട് ആ കേസ് എന്താണ് സംഭവിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഓടി വന്നു. ഞാൻ പറഞ്ഞു ഒരു കേസുമില്ല, ഒരു പരാതിയില്ല, സാറന്മാർ പൊക്കോ. കാരണം ഇനി എന്ത് പറയാനാണ്? ഇനിയിപ്പോൾ അന്ന് അവൻ എന്നെ കൊന്നിരുന്നെങ്കിലും നിങ്ങൾ വരത്തില്ല. അല്ലെങ്കിൽ അവൻ എന്നെ കൊന്നു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ വരുള്ളൂ. എനിക്കിതൊരു അറ്റാക്ക് സംഭവിച്ചു. നിങ്ങൾക്ക് പറയാം, ഗാർഡ്സിൻ്റെ ഈ പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ തൊട്ടപ്പുറത്ത് കിടക്കാണ്. ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷൻ. അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ അവർക്ക് ബുദ്ധിമുട്ടായിരുന്നു. എനിവേ അതങ്ങനെ പോയി. സോ അതാണ് ആ ഒരു എഫിഷ്യൻസി എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു ക്രൈമുകളോട് ഒരു ആക്ട് ചെയ്യുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ. സോ അതൊരു കാര്യം. സോ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് വേറൊരു കാര്യം വരുന്നത്. മൂന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ബെറ്ററായിരിക്കുന്നത് ഹോസ്പിറ്റൽസ് നമ്മുടെ നാട്ടിൽ അടിപൊളിയാണ്. അതിപ്പോൾ എത്ര പറഞ്ഞാലും ഹോസ്പിറ്റൽസ് അടിപൊളിയാണ്. കാരണം നമുക്കൊരു അസുഖവുമായിട്ട് നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എത്ര പെട്ടെന്ന് വേണമെങ്കിൽ നമുക്ക് ആ ചികിത്സ നമുക്കവിടെ കിട്ടും. ഇവിടെ എന്ന് പറഞ്ഞാലുള്ള പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പം മരിക്കൂലെങ്കിൽ നിങ്ങളിപ്പം നോക്കത്തില്ല. നിങ്ങൾക്ക് അത് നമ്മുടെ നാട്ടിൽ ഒരു ഡോക്ടർ വരുന്നു, ടപ്പേ ഇരുന്ന് ഡോക്ടർ എല്ലാവരും രോഗികളെയും കാണുന്നു, പറഞ്ഞു വിടുന്നു, അവർക്ക് വേണ്ട ഇത് കൊടുക്കുന്നു, എല്ലാം നടക്കും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. അവർക്ക് എല്ലാത്തിനും ഭയങ്കര സിസ്റ്റമാറ്റിക്കാണ് ഇവർ. അതൊക്കെ നമ്മൾ അംഗീകരിച്ച് കൊടുക്കുന്നു. ഭയങ്കര ടെക്നോളജീസും കാര്യങ്ങളും എല്ലാം ഉണ്ട്, എല്ലാം സിസ്റ്റമാറ്റിക്കാണ്. പക്ഷെ ഭയങ്കര സ്ലോ ആണ് ആളുകളെ കാണുന്നത്, ഭയങ്കര സ്ലോ ആണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ മണിക്കൂറുകളോളം വെയിറ്റ് ചെയ്തിരിക്കണം. എൻ്റെ ഒരു സുഹൃത്ത് അവന് വയറുവേദന എന്തോ ആയിട്ട് അവൻ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് അവന് രാത്രി പോയി, അവന് പിറ്റേന്ന് രാവിലെയാണ് ഡോക്ടറിനെ കാണാൻ പറ്റിയത്. എക്സാജറേറ്റ് ചെയ്യുന്നില്ല, 12 മണിക്കൂറിലേറെ കഴിഞ്ഞിട്ടാണ് അവന് ഡോക്ടറിനെ കാണാൻ പറ്റിയത്. അതാണ് ആ ഒരു ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ നേരത്തെ എനിക്ക് കിട്ടിയ അടിയുടെ കേസ് ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ എനിക്ക് മുറിഞ്ഞു പോയായിരുന്നത്. അപ്പോൾ അതിൻ്റെ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് ഞാൻ രാത്രി പിന്നെ എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം. ഇവിടെ നല്ല മുറിവുണ്ട്, അകത്തോട്ട് മുറിഞ്ഞു പോയായിരുന്നു. അപ്പോൾ ഡോക്ടറെ കാണാനായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനവിടെ ഏകദേശം ഒരു 7-8 മണിയാകുമ്പോൾ ഞാനവിടെ എത്തിയിട്ട് എനിക്ക് ഡോക്ടറെ കാണാൻ പറ്റിയത് 12 മണിക്കാണ്. എനിക്ക് വിഷയമല്ല, എനിക്ക് ചെറിയൊരു മുറിവാണ്, ഇച്ചിരി ബ്ലീഡിങ് ഉണ്ട്, കുഴപ്പമൊന്നുമില്ല എന്നുള്ളത് ഞാൻ ഇരിക്കുകയാണ്. പക്ഷെ ഞാൻ അവിടെ ചുറ്റും ഒന്ന് നോക്കുമ്പോഴത്തേക്കും ഒരുപാട് രോഗികൾ വന്നിരിപ്പുണ്ട്. എൻ്റെ സൈഡിലൊരു പയ്യൻ വയറുവേദന എടുത്ത് നിലവിളിക്കുകയാണ്. അവൻ അവിടെ ഇടിക്കുന്നു, ഇവിടെ ഇടിക്കുന്നു, അവൻ എഴുന്നേറ്റ് നിൽക്കാൻ വയ്യ. സിവിയർ പെയിൻ ആണെന്ന് കണ്ടാലറിയാം. എന്നിട്ട് ഇരിക്കാൻ വയ്യാതെ അവൻ പുറത്തു പോയി അവിടെ തറയിൽ കിടന്ന് ഉരുളുന്നു, വേദനയാണ്, കരയുന്നു. ആരും നോക്കിയിട്ടില്ല, ഒറ്റ മനുഷ്യരെ നോക്കിയിട്ടില്ല. ഞാൻ പോകുന്നവരെ അവൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു, ഇങ്ങനെ വേദനിച്ചുകൊണ്ട്. എനിക്ക് എന്തെങ്കിലും പറയണമെന്നുണ്ട്, പക്ഷെ അവിടെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമ്മുടെ നാട്ടിലെ പോലെ കയറി ബഹളമൊന്നും വയ്ക്കാൻ പറ്റില്ല. നമ്മളിവിടെ വന്ന് കയറിയതാണ്. നമുക്ക് വിസയും കാര്യങ്ങളുമൊക്കെ ഇവരുടെ ഒരു ക്രിമിനൽ റെക്കോർഡിലോ ഒരു ഇതിലും പോലീസ് കേസോ വരാതെ നോക്കാൻ വേണ്ടി നോക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഇടപെടാതെ ഞാനിങ്ങനെ പണ്ട് എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. നമ്മുടെ നാട്ടിൽ ഒരിക്കലും അത് നമ്മുടെ ഡോക്ടർമാർ എനിക്ക് അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ കാണും, ഒരാളെ വേദനയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ എമർജൻസി ആയിട്ട് കാണാനുള്ള അവസരം ഉണ്ടാവും. അല്ലെങ്കിൽ 1 മണിക്കൂറിനുള്ളിൽ ഈ പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞ് നമുക്ക് വീട്ടിൽ പോകാൻ പറ്റും. എൻ്റെ അനുഭവം അങ്ങനെയാണ്. നാട്ടിൽ നിങ്ങൾക്ക് മറിച്ചൊരു അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ പറ. പക്ഷേ ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു ഓപ്പറേഷൻ ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും പല കാര്യങ്ങളിലും ഭയങ്കര കോസ്റ്റാണ്. അതാണ് വേറൊരു കാര്യം. നമുക്ക് ചീപ്പായിട്ട് കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ചെയ്യാൻ വേണ്ടി ഇവിടെ എന്ന് പറഞ്ഞാൽ ഭയങ്കര കോസ്റ്റ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ നിങ്ങൾ പറയും ഇവിടെ അതിനനുസരിച്ചുള്ള സാലറി ഉണ്ടല്ലോ എന്ന്. ഇവിടെ എത്ര സാലറി ഉണ്ടായിരുന്നാലും ഇവിടെയുള്ള ആളുകൾക്ക് പോലും താങ്ങാൻ പറ്റാത്ത നിലയിലുള്ള കോസ്റ്റുകളാണ് ഒരു ഓപ്പറേഷന് വേണ്ടിയിട്ട്. അതുകൊണ്ട് ഇവിടുത്തെ ആൾക്കാർ എന്താ ചെയ്യുന്നത്, അവർക്കിപ്പോൾ ഒരു പല്ലിൻ്റെ ഓപ്പറേഷൻ വേണമെന്നുണ്ടെങ്കിൽ വേറെ രാജ്യത്ത് ടർക്കിയിൽ പോകും. മുടി ഹെയർ ഫിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്കും പോകണം, ഹെയർ ഫിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടർക്കിയിൽ പോകും, അല്ലെങ്കിൽ വേറെ രാജ്യങ്ങളിൽ പോകും. അങ്ങനെയൊക്കെ അവർ ഓടി രക്ഷപ്പെടാറുണ്ട്. അവിടെ പോയിട്ട് ചെയ്തിട്ട് വരുന്ന കോസ്റ്റ് ഇവിടെ ചെയ്യുന്ന കോസ്റ്റിനേക്കാളും വളരെ കുറവായിരിക്കും. സോ അതങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മോശം ഹോസ്പിറ്റൽസ് ഉണ്ടെങ്കിൽ പോലും പല നിലയിലുള്ള നമ്മുടെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ, നമ്മുടെ ഒരു വർക്ക് എത്തിക്കും എന്ന് പറയുന്നത്, നമ്മുടെ ആൾക്കാരുടെ ഡോക്ടേഴ്സിൻ്റെ ഒരു ആത്മാർത്ഥത എന്ന് പറയുന്നത് ഇവിടത്തേക്കാളും യൂറോപ്പിലേക്കാളും
ഏത് വെസ്റ്റേൺ കൺട്രീസിനേക്കാളും കുറച്ചുകൂടെ ബെറ്ററാണ് എന്ന് ഞാൻ പറയുള്ളൂ. അത് ഇവിടെ താമസിക്കുന്ന ആരും അത് ഡിസഗ്രി ചെയ്യത്തില്ല. എനിക്ക് അനുഭവത്തിലുള്ളതാണ്. സോ ഇതൊക്കെയാണ് എൻ്റെ ഒരു അനുഭവം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കാര്യങ്ങൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ എഴുതി അറിയിക്കാം. എനിവേ കൂടുതൽ വലിച്ചു നീട്ടി ഞാൻ എൻ്റെ യൂട്യൂബ് വീഡിയോ നീട്ടുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ താഴെ എഴുതി അറിയിക്കാം. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.